ഹാക്കർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെ വിട്ടയച്ചു. രാവിലെ 11 മണിയോടെ വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ റിബേഷ് രാമകൃഷ്ണനെ ഉച്ചവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചറിഞ്ഞു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി മനോഹരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് റിബേഷ്. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം റിബേഷിനെ പ്രതി ചേർത്ത് SIT വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ജാമ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് നോട്ടീസ് നൽകിയത്. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന സന്ദേശം പ്രചരിപ്പിച്ചു എന്നതാണ് കുറ്റം. 50,000 രൂപയുടെ ബോണ്ടിലാണ് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാക്കണമെന്ന വ്യവസ്ഥയോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ കേസിൽ ഒന്നാം പ്രതിയായ ജിതിൻ ഭാസ്കരൻ നിർമ്മിച്ച വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി അയച്ചു കൊടുത്തത് റിബേഷ് രാമകൃഷ്ണനാണ്. റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ചത് റിബേഷ് ആണെന്നാണ് SIT കണ്ടെത്തൽ. ഇടതു സർക്കാരിന്റെ കാലത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിബേഷ് രാമകൃഷ്ണനിൽ അന്വേഷണം എത്തി നിൽക്കെ മരവിക്കുകയായിരുന്നു. നേരത്തെ റിബേഷിനെ 3 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ റിബേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു.